കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചത് ബ്രോഡ് ഇൻഡീസസിൽ ഡ്രോ ഡൗൺസ് വാങ്ങിക്കുമ്പോൾ നമ്മുടെ റിട്ടേൺസ് എങ്ങനെയാണ് കൂടുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഒരു ലെവൽ കൂടി ഡീപ്പറായിട്ട് പോകാം. സിസ്റ്റം മുഴുവൻ വാങ്ങിക്കുന്നതിന് പകരം അതിനെ ഔട്ട് പെർഫോം ചെയ്യാൻ സാധ്യതയുള്ള ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ബിസിനസ്സസ് നോക്കാൻ പോവാണ്. ഇതാണ് ഞാൻ ലെവൽ 3 എന്ന് പറയുന്നത്. പൊട്ടൻഷ്യൽ മൾട്ടി ബാഗേഴ്സ് കണ്ടെത്തുന്നതാണ് ഈ പ്രോസസ്സ്. ഈ വീഡിയോ അവസാനം വരെ നിങ്ങൾ കാണുകയാണെങ്കിൽ ഫ്യൂച്ചർ മൾട്ടി ബാഗേഴ്സ് എങ്ങനെ അനലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു ക്ലിയർ ഫ്രെയിം വർക്ക് നിങ്ങൾക്ക് കിട്ടും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇൻഡെക്സ് ഇൻവെസ്റ്റിംഗ് ലോങ് ടേമിൽ നമുക്ക് ക്യാപിറ്റൽ പ്രൊട്ടക്ഷന് വേണ്ടി യൂസ് ചെയ്യാം. പക്ഷേ നമുക്ക് അതിനേക്കാൾ നന്നായിട്ട് ചെയ്യാൻ പറ്റും. ഇനി ഞാനൊരു സ്ട്രക്ചറൽ കൺസ്ട്രെയിൻ പറയാം. ക്ലാസിക്കൽ കമ്പ്യൂട്ടേഴ്സ് സ്ലോ ആയതുകൊണ്ടല്ല സ്ട്രഗിൾ ചെയ്യുന്നത്. ചില പ്രോബ്ലംസ് അവർക്ക് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നതിനേക്കാൾ വേഗത്തിലാണ് ഗ്രോ ചെയ്യുന്നത്. ഉദാഹരണത്തിന് എയർലൈൻ റൂട്ടിംഗ് ഒന്ന് ചിന്തിച്ച് നോക്കാം. UPS പോലുള്ള ലോജിസ്റ്റിക്സ് നെറ്റ്വർക്ക്സ് ഒന്ന് ചിന്തിച്ച് നോക്കാം. അല്ലെങ്കിൽ ഡ്രഗ് ഡിസ്കവറി ചിന്തിച്ച് നോക്കാം. ഇതൊന്നും വലിയ പ്രശ്നങ്ങളല്ല, ഇതൊക്കെ എക്സ്പോണൻഷ്യൽ ആയിട്ടുള്ള പ്രശ്നങ്ങളാണ്. ഇവിടെയാണ് നമ്മുടെ കീ ഐഡിയ വരുന്നത്. കോംപ്ലക്സിറ്റി പ്രോസസ്സിംഗ് പവറിനേക്കാളും വേഗത്തിൽ ഗ്രോ ചെയ്താൽ നമ്മളൊരു സ്ട്രക്ചറൽ വാൾ ഹിറ്റ് ചെയ്യും. ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഈ സ്ട്രക്ചറൽ വാളിനെയാണ്. ബ്രൂട്ട് ഫോഴ്സ് ഉപയോഗിച്ചിട്ടല്ല, പ്രോബ്ലം റെപ്രസെൻ്റ് ചെയ്യുന്ന രീതി തന്നെയാണ് ഇവിടെ മാറ്റുന്നത്. ഓരോന്നോരോന്നായിട്ട് എല്ലാ പോസിബിലിറ്റീസും ചെക്ക് ചെയ്യുന്നതിന് പകരം സൊല്യൂഷൻ ഷേപ്പ് തന്നെ ഇത് റീഡിഫൈൻ ചെയ്യുന്നു. ഇത് ഫിസിക്സ് ലെക്ചർ അല്ലാത്തതുകൊണ്ട് ഞാനിവിടെ നിർത്താം. ഇനി എന്തുകൊണ്ട് നമ്മൾക്ക് ഈ ഒരു ഐഡിയ മാറ്റർ ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. ഈ സ്ട്രക്ചറൽ ഷിഫ്റ്റ് അത് എക്കണോമിക്കലി മീനിങ് ഫുൾ ആകുകയാണെങ്കിൽ അതിന് അസിമെട്രിക് ആയിട്ടുള്ള ബിസിനസ് ഔട്ട്കംസ് ഉണ്ടാക്കാൻ കഴിയും. ആ ലെൻസിലൂടെയാണ് നമ്മൾ ഈ കേസ് സ്റ്റഡി കാണേണ്ടത്. എപ്പോഴും പോലെ ഇത് എഡ്യൂക്കേഷണൽ കണ്ടൻറ്റാണ്, ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസ് അല്ല. നമുക്ക് തുടങ്ങാം. ഇനി കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. മിത്ത് നമ്പർ 1, ഈ ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് GPUവിനെയും AI-നെയും റീപ്ലേസ് ചെയ്യുമെന്ന് പറയുന്നു. അങ്ങനെയല്ല ഈ കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നത്. ക്വാണ്ടം AI ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ റീപ്ലേസ്മെൻ്റ് അല്ല, ഇതൊരു സ്പെഷ്യലൈസ്ഡ് പ്രോസസ്സറാണ്. വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള നാരോ സെറ്റ് ഓഫ് പ്രോബ്ലംസിന് മാത്രം ഉപയോഗിക്കുന്നൊരു അപ്രോച്ചാണിത്. മോസ്റ്റ് കമ്പ്യൂട്ടിംഗ് നിയർ ടേമിൽ ക്ലാസിക്കലായിട്ട് തന്നെ തുടരും. രണ്ടാമത്തെ മിത്ത്, ക്വാണ്ടം മാസീവ് ഡേറ്റ സെറ്റ്സ് വേഗത്തിൽ പ്രോസസ്സ് ചെയ്യും. ആക്ച്വലി ബിഗ് ഡേറ്റ ഹാൻഡിൽ ചെയ്യുന്നതിൽ ഇത് വളരെ വീക്കാണ്. ഇൻഫർമേഷൻ ക്രഞ്ച് ചെയ്യുന്നതിനല്ല, കോംപ്ലക്സ് സൊല്യൂഷൻ സ്പേസസ് എക്സ്പ്ലോർ ചെയ്യുന്നതാണ് ഇതിൻ്റെ എഡ്ജ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇവിടുത്തെ യൂസ് കേസ് തന്നെ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. മൂന്നാമത്തെ മിത്ത്, ക്വാണ്ടം അഡ്വാൻറ്റേജ് ഉടനെ വരാനിരിക്കുകയാണ്. അത് വളരെ അൺലൈക്ലിയാണ്. ഈ ഡെക്കേഡിൽ തന്നെ ചിലപ്പോൾ ചില നാരോ നീഷസിലായിട്ട് യൂസ്ഫുൾ അഡ്വാൻറ്റേജ് കാണാൻ സാധ്യതയുണ്ട്. പക്ഷേ ബ്രോഡർ ആയിട്ടുള്ള എക്കണോമിക് ഇമ്പാക്റ്റ് വരാനായിട്ട് ഒരുപാട് സമയം വേണം. ഇപ്പോൾ ഒരു പ്രധാന കാര്യത്തിലേക്ക് വരാം. ഇനി പറയാൻ പോകുന്നത് ഗവൺമെൻറ്റും ലാർജ് ടെക്നോളജി കമ്പനീസും എന്തിനാണ് ഇതിനെ ഫണ്ട് ചെയ്യുന്നത്. ChatGPTനെ സഹായിക്കാനല്ല. ഒപ്റ്റിമൈസേഷൻ, മെറ്റീരിയൽ സയൻസ്, ക്രിപ്റ്റോഗ്രഫി, ഡിഫൻസ് മോഡലിംഗ് എന്ന ഫീൽഡുകളിലെ എക്കണോമിക്സ് തന്നെ മാറ്റാൻ കഴിയുന്നു എന്ന് അവർ വിശ്വസിക്കുന്നതുകൊണ്ടാണ് ഇതിനെ ഫണ്ട് ചെയ്യുന്നത്. ഇനി ഒരു പ്രിൻസിപ്പിൾ പറയാം നമ്മുടെ ഈ ഫ്രെയിം വർക്കിൽ. ഇൻആക്ഷൻ്റെ കോസ്റ്റ് പലപ്പോഴും ആക്ഷനേക്കാൾ കൂടുതലാണ്. ദി കോസ്റ്റ് ഓഫ് ഇനാക്ഷൻ ഈസ് യൂഷ്വലി ഹയർ ദാൻ ദി കോസ്റ്റ് ഓഫ് ആക്ഷൻ. അതുകൊണ്ട് തന്നെ ക്യാപിറ്റലിൻ്റെ ഒരു ചെറിയ ഭാഗം ഇതിനു വേണ്ടി അലൊക്കേറ്റ് ചെയ്യുന്നതിൽ തെറ്റില്ല. ഓപ്ഷനാലിറ്റി ആക്കി വെക്കാൻ മാത്രമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്ഷനാലിറ്റി ഓപ്പൺ ആക്കി വെക്കാനായിട്ട് ക്യാപിറ്റലിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് ഇവരൊക്കെ ഇതിനായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതാണ് ഇവിടുത്തെ കീ ഐഡിയ. ഗവൺമെൻറ്റ്സും ഹൈപ്പർ സ്കെയിലേഴ്സും മാത്രമല്ല, സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സും ഇതുപോലെ തന്നെയാണ് ചിന്തിക്കുന്നത്. ഫ്രണ്ടിയർ ടെക്നോളജിയിൽ പോർട്ട്ഫോളിയോ മുഴുവൻ അലൊക്കേറ്റ് ചെയ്യാനല്ല, പക്ഷേ കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്യാനും പാടില്ല. കാരണം അത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പൊസിഷൻസ് ആവറേജ് റിട്ടേൺസ് അല്ല തരുന്നത്, അവർ നിങ്ങളുടെ പോർട്ട്ഫോളിയോനെ തന്നെ ഡിഫൈൻ ചെയ്യും. ഓക്കെ, തിയറി ഇത് മതി, നമുക്കിനി ബിസിനസ്സിലേക്ക് കടക്കാം. ഈ കണ്ടെക്സ്റ്റിൽ ഞാൻ IONQ എന്നുള്ള കമ്പനീനെ ഒരു കേസ് സ്റ്റഡി ആയിട്ടാണ് അവതരിപ്പിക്കുന്നത്. പിയേഴ്സിനെ കമ്പയർ ചെയ്തതിന് ശേഷം ഒരു ഡീപ്പർ ലുക്കിന് എൻ്റെ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നൊരു കമ്പനിയാണിത്. അപ്പോൾ നമുക്കിതിനെ ശരിക്കും ഒന്ന് കറക്റ്റായിട്ട് ഫ്രെയിം ചെയ്യാം. IONQ ഒരു നിയർ ടേമിൽ ഗ്രോത്ത് സ്റ്റോറി അല്ല, ഇതൊരു ലോങ്ങർ ഡേറ്റഡ് ടെക്നോളജി കോൾ ഓപ്ഷനാണ്. ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, ഒപ്റ്റിമൈസേഷൻ, സാമ്പിളിംഗ്, ഫിസിക്സ് ബേസ്ഡ് സിമുലേഷൻ പോലുള്ള മേഖലകളിൽ എക്കണോമിക്കലി റെലവൻ്റ് ആകുമെന്ന് കരുതുന്ന ഒരു അസിമെട്രിക് ബെറ്റാണിത്. ഇതിൻ്റെ എഡ്ജ് കറൻറ്റ് റവന്യൂ അല്ല, സർവൈവബിലിറ്റിയാണ്. ഹൈ ഫിഡലിറ്റി ട്രാപ്പ് ഡൗൺ ഹാർഡ്വെയർ ആണ്. ഈ ഡിസ്റ്റിങ്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സാധാരണ ഇതിനെ മാർക്കറ്റ് രണ്ട് രീതിയിലാണ് കാണുന്നത്.
ഒന്നൊരു AI അഡ്ജസൻറ്റ് ഗ്രോത്ത് സ്റ്റോറി ആയിട്ട്, അല്ലെങ്കിൽ പ്യുവർ ഹൈപ്പായിട്ട്. റിയാലിറ്റി ഇത് രണ്ടുമല്ല. ഇതൊരു ഫ്രണ്ടിയർ ഇൻഫ്രാസ്ട്രക്ചർ R&D ആണ്. ഇനി ഒരു പ്രിൻസിപ്പിൾ പറയാം. ഈ സ്റ്റേജിൽ വാല്യൂ ഡ്രൈവ് ചെയ്യുന്നത് റവന്യൂ ഗ്രോത്ത് അല്ല, ക്യാപിറ്റൽ എൻഡ്യൂറൻസും ഫിസിക്സ് മൈൽ സ്റ്റോൺസുമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇപ്പോഴും പ്രീ കൊമേഴ്ഷ്യൽ ഫേസിലാണ്. എൻവിഡിയ അല്ലെങ്കിൽ പാലന്റിയർ പോലെ സ്കെയിൽഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് സെല്ല് ചെയ്യുന്നൊരു ഘട്ടത്തിൽ ഇത് എത്തിയിട്ടില്ല. അടുത്ത ക്വാർട്ടറിലെ റവന്യൂ വെച്ചിട്ടാണ് ഇതിനെ നിങ്ങൾ വിലയിരുത്തുന്നതെങ്കിൽ വളരെ ഡിസപ്പോയിൻറ്റഡ് ആകും. ഇപ്പോൾ ഈ ബിസിനസ്സിൻ്റെ ഫ്രെയിമിംഗ് ഏകദേശം ക്ലിയർ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ടെക്നോളജിയുടെ ഒരു ഗ്ലിംസ് നോക്കാം. എന്താണ് ഇവർ ശരിക്കും ചെയ്യുന്നത്? ഇവർ ചെയ്യുന്നത് ട്രാപ്ഡ് അയോൺ ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് ഉണ്ടാക്കുന്നതാണ്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആറ്റംസിനെ ക്യൂബിറ്റ്സ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ട് ഒരു അൾട്രാ ഹൈ വാക്വം സിസ്റ്റത്തിനുള്ളിൽ വെച്ചിട്ട് ലേസേഴ്സ് ഉപയോഗിച്ച് അതിനെ കൺട്രോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് ഇതിൻ്റെ കോർ ടെക്നോളജി. അപ്പോൾ അത് കൊമേഴ്ഷ്യലൈസ് ചെയ്യുന്നത് എങ്ങനെ എന്നുള്ളതാണ് പോയിൻ്റ്. 3 പ്രധാനപ്പെട്ട ആക്സസ് പോയിൻറ്റ്സ് ഉണ്ട് ഇതിന്. ഫസ്റ്റ്, ഫോർത്ത് അല്ലെങ്കിൽ ഫോർത്ത് എൻ്റർപ്രൈസസ് പോലുള്ള ഡയറക്റ്റ് ക്വാണ്ടം സിസ്റ്റംസ്. 2, AWS അല്ലെങ്കിൽ അഷ്യൂർ പോലുള്ള ഹൈപ്പർ സ്കെയിലേഴ്സ് വഴി ക്ലൗഡ് ആക്സസ് ചെയ്യാം. 3, ഗവൺമെൻറ്റും എൻ്റർപ്രൈസസിൻ്റെ റീസർച്ച് കോൺട്രാക്ട്സും. അതാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ. അപ്പോൾ റവന്യൂവിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. മെജോറിറ്റി കോൺട്രാക്ട് ബേസ്ഡ് ആണ്. ഗവൺമെൻറ്, ഡിഫൻസ്, റീസർച്ച്, ക്ലൗഡ്, എൻ്റർപ്രൈസ് പ്രോഗ്രാംസ്. പക്ഷേ ഇതൊക്കെയാണ് ഇനി നമുക്ക് റവന്യൂവിനെ പറ്റി സംസാരിക്കാം. മെജോറിറ്റി കോൺട്രാക്ട് ബേസ്ഡ് ആണ്. ഗവൺമെൻറ്, ഡിഫൻസ്, റീസർച്ച്, ക്ലൗഡ് യൂസേജ്, എൻ്റർപ്രൈസുകളുടെ പൈലറ്റ് പ്രോഗ്രാംസ്, ഇതൊക്കെയാണ് റവന്യൂ കോൺട്രിബ്യൂട്ടേഴ്സ്. പക്ഷേ ഒരു കാര്യം ക്ലിയർ ആക്കാം, ഇവിടെ റിക്കറിങ് ARR അല്ല ഉള്ളത്, സ്കെയിൽഡ് പ്രോഡക്റ്റ് മാർക്കറ്റ് ഫിറ്റും ഇല്ല. ഇനി കസ്റ്റമേഴ്സിനെ നോക്കിക്കഴിഞ്ഞാൽ പ്രൈമറിലി US ഗവൺമെൻറ് ആണ്, പിന്നെ ഡിഫൻസ് ഏജൻസീസും ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള കസ്റ്റമേഴ്സ്. ഒപ്റ്റിമൈസേഷൻ, കെമിസ്ട്രി, മെറ്റീരിയൽ സയൻസ് എന്നിവയിൽ എക്സ്പെരിമെൻ്റ് ചെയ്യുന്ന എൻ്റർപ്രൈസസും ഇതിൻ്റെ കൂടെ ഉണ്ട്. ജോഗ്രഫിക്കലി നോക്കിക്കഴിഞ്ഞാൽ ഓപ്പറേഷൻസ് US സെൻട്രിക് ആണ്. ഗ്ലോബൽ കസ്റ്റമേഴ്സ് ക്ലൗഡ് വഴിയാണ് ആക്സസ് ചെയ്യുന്നത്. ഇപ്പോൾ യൂണിറ്റ് എക്കണോമിക്സ് നമുക്ക് നോക്കാം. യൂട്ടിലൈസേഷൻ ഇപ്പോഴും വളരെ ലോ ആണ്, റവന്യൂ വളരെ ലംപിയാണ്, ഗ്രോസ് മാർജിൻസ് നോക്കുകയാണെങ്കിൽ വോളറ്റൈലായിട്ട് കാണാം. പക്ഷേ ഈ സ്റ്റേജിൽ അതിന് വലിയ മീനിങ് ഇല്ല. അപ്പോൾ നമുക്കൊരു ഒബ്വിയസ് ക്വസ്റ്റ്യൻ വരും, എന്തിനാണ് പിന്നെ ഈ ബിസിനസ് ചെയ്യുന്നത്? ഫെയർ ക്വസ്റ്റ്യൻ. എല്ലാം നെഗറ്റീവ് അല്ല, അത് നമുക്കിപ്പോൾ നോക്കാം. ബട്ട് അതിനു മുമ്പ് ഞാനൊരു ചെറിയ പ്രിൻസിപ്പിൾ പറയാം. സ്ട്രോങ് ടെക്നോളജി ബിസിനസ് അനാലിസിസിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. ഹാർഡ്വെയർ മാത്രം നോക്കിയാൽ പോരാ, ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് വേറെയും കാര്യങ്ങളുണ്ട്. ഇപ്പോൾ മോട്ടിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഇവിടെ നമ്മൾ ഓണസ്റ്റായിട്ട് വേണം അനലൈസ് ചെയ്യാനായിട്ട്. ഇത് ഡോമിനൻ്റ് ആയിട്ടുള്ളൊരു എൻട്രഞ്ച് മോട്ടുള്ളൊരു കമ്പനിയല്ല ഇതുവരെ. കറണ്ട് മോട്ട് ഏകദേശം പാർഷ്യലാണ്. ഫിസിക്സ് ആണ് ആദ്യത്തെ. ഹൈ ഫിഡലിറ്റി ട്രാപ്ഡ് അയോൺ സിസ്റ്റംസ്, ലോങ് കൊഹിയറൻസ് ടൈംസ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നുണ്ട് ഇതുവരെ. അതൊരു റിയൽ ടെക്നിക്കൽ അഡ്വാൻറ്റേജ് ആണ്. ഇനി രണ്ടാമത്തെ നോക്കിക്കഴിഞ്ഞാൽ ഇൻ്റലക്ച്വൽ ക്യാപിറ്റൽ ഒബ്വിയസ്ലി. മൂന്നാമത്തത് ഗവൺമെൻറ് റിലേഷൻഷിപ്സ്. ഫൈനലി ക്യാപിറ്റൽ മാർക്കറ്റ് ആക്സസ്. ഇതാണ് നമുക്ക് നോക്കേണ്ടത്. പബ്ലിക് കമ്പനി ആകുന്നതുകൊണ്ട് തന്നെ ഇക്വിറ്റിയുടെ ഓപ്ഷനാലിറ്റിയും ഈ കമ്പനിക്ക് അഡ്വാൻറ്റേജ് ആണ്. ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയിലായതുകൊണ്ട് തന്നെ ഈ ഒരു ഓപ്ഷൻ അവർക്ക് അവൈലബിൾ ആയത് ഒരു ചെറിയ കാര്യമല്ല. അപ്പോൾ നമുക്ക് സ്ട്രാറ്റജിക് അസറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഹൈ ഫിഡലിറ്റി ട്രാപ്ഡ് അയോൺ ആർക്കിടെക്ചർ, ആൽഗോറിതമിക് ക്യൂബിറ്റ്സ്, AWS അഷ്യൂർ പോലുള്ള ഹൈപ്പർ സ്കെയിലേഴ്സ് വഴിയുള്ള ഡിസ്ട്രിബ്യൂഷൻ, നെറ്റ് ക്യാഷ് ബാലൻസ് ഷീറ്റ്, US നാഷണൽ സ്ട്രാറ്റജിക് പ്രയോറിറ്റീസിനോടുള്ള അലൈൻമെൻറ്റ്. ഇതൊക്കെ റിയൽ അസറ്റ്സ് ആണ്. പക്ഷേ ഇപ്പോഴും മോട്ടിൻ്റെ ഈ ഒരു ഡ്യൂറബിലിറ്റി ഒരു ഓപ്പൺ ക്വസ്റ്റ്യൻ തന്നെയാണ്. ആർക്കിടെക്ചർ വിന്നർ ഇതുവരെ ഇൻഡസ്ട്രിയിലില്ല. എറർ കറക്ഷനും സ്കെയിലിൽ സോൾവ് ചെയ്തിട്ടില്ല. സൂപ്പർ കണ്ടക്റ്റിംഗ്, ന്യൂട്രൽ ആറ്റം, ഫോട്ടോണിക് പോലുള്ള മറ്റ് ടെക്നോളജീസും ഇതിനെ ഓവർടേക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ബോട്ടം ലൈൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോമിനൻസ് അല്ല ഇതിൻ്റെ ഒരു മോട്ട്, കണ്ടിന്യൂഡ് റെലവൻസും കണ്ടിന്യൂഡ് ഫണ്ടിങ്ങുമാണ്. അതാണ് ഇവിടെയുള്ള ഡിഫറൻസ്. ഇപ്പം നിങ്ങൾ ഹോപ്പ് എന്നുള്ള കാര്യത്തിൽ വിശ്വസിക്കുന്ന ആളാണെന്ന് എനിക്കറിയില്ല, പക്ഷേ ഫ്രണ്ടിയർ ഇൻവെസ്റ്റിങ്ങിൽ കുറച്ച് ഹോപ്പൊക്കെ ആവശ്യമുണ്ട്. ആ ഹോപ്പിന് ഫിസിക്സിൻ്റെയും ക്യാപിറ്റലിൻ്റെയും സപ്പോർട്ടുണ്ടോ? അത് നമുക്ക് നമ്പേഴ്സിലേക്ക് പോകുമ്പോൾ മനസ്സിലാവും. ഇപ്പോൾ റവന്യൂ പറയുകയാണെങ്കിൽ തന്നെ റവന്യൂ ഉണ്ട്, പക്ഷേ ആബ്സല്യൂട്ട് ടേംസിൽ നോക്കുമ്പോൾ ഇപ്പോഴും വളരെ ഇമ്മറ്റീരിയലാണ്. പ്രോഫിറ്റബിലിറ്റി അല്ലെങ്കിൽ എബിറ്റ അല്ലെങ്കിൽ നെറ്റ് ഇൻകം നോക്കിക്കഴിഞ്ഞാൽ ഡീപ്ലി നെഗറ്റീവാണ്. അത് പക്ഷേ ബൈ ഡിസൈനാണ്. ഇതൊരു റീസർച്ച് ഹെവി ആയിട്ടുള്ള പ്രീ കൊമേഴ്ഷ്യൽ ബിസിനസ് ആയതുകൊണ്ട് തന്നെ ഫ്രീ ക്യാഷ് ഫ്ലോയും ഏകദേശം നെഗറ്റീവാണ്. ഓപ്പറേറ്റിംഗ് ക്യാഷ് ബേൺ നോക്കിക്കഴിഞ്ഞാൽ ഒരു വർഷം ഏകദേശം 100 മില്യൺ ആണ് അവർക്ക് ആവശ്യം വരുന്നത്. ഇനി നമുക്ക് ബാലൻസ് ഷീറ്റ് നോക്കുമ്പോൾ കാര്യങ്ങൾ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും.
ക്യാഷും ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്സും ഏകദേശം $340 മില്യൺ അവർക്കുള്ളത്. ഡെറ്റ് മോഡസ്റ്റ് ആണ്, ഏകദേശം 18 മില്യൺ മാത്രം. അതായത് നെറ്റ് ക്യാഷ് പൊസിഷൻ നേരത്തെ പറഞ്ഞത് ഓർക്കണം. കറണ്ട് ബേൺ റേറ്റിൽ നമുക്ക് ഈ ക്യാഷ് ബാലൻസ് വെച്ചിട്ട് ഏകദേശം 2.5 to 3 വർഷം വരെ കമ്പനി ഓടിക്കാൻ പറ്റും. അത് വളരെയധികം മാറ്റർ ചെയ്യും. ക്യാപിറ്റൽ അലൊക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡാണ്. സ്പെൻഡിങ് കൂടുതലും R&Dയിലേക്ക് ഓബ്വിയസ്ലി. ക്യാപിറ്റൽ കൺട്രോൾഡ് ആയിട്ടാണ് കാണുന്നത്. സ്റ്റോക്ക് ബേസ്ഡ് കോമ്പൻസേഷൻ ആണ് ഉയരുന്നതായിട്ട് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഡൈല്യൂഷൻ റിസ്ക് ഇവിടെ വളരെ ഹൈ ആണ്. ഇനി ഏർണിങ്സ് ക്വാളിറ്റി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ റവന്യൂ ലാർജ്ലി കോൺട്രാക്ട് ഡ്രിവൺ ആണ്, റെക്കറിങ് അല്ല. അക്കൗണ്ടിങ് ലോസസ് ക്യാഷ് ലോസസിനേക്കാൾ കൂടുതലാണ്. അതിന് കാരണം SBC ആണ്. ഇനി കീ പോയിന്റ്, നിയർ ടേമിൽ റവന്യൂ നോക്കിയിട്ട് ഈ ബിസിനസ്സിനെ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. അതൊരു റോങ് വേരിയബിൾ ആണ്. ഇതുവരെ എല്ലാം ക്ലിയർ ആണ്, പക്ഷേ നമ്പേഴ്സ് മാത്രം മാർക്കറ്റ് മൂവ് ചെയ്യില്ല. അടുത്ത പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് എക്സ്പെക്റ്റേഷൻസിനെയാണ് പ്രൈസ് ചെയ്യുന്നത്, പാസ്റ്റിനെ അല്ല. മോസ്റ്റ് ഇൻവെസ്റ്റേഴ്സ് ഇതാണ് മിസ് ചെയ്യുന്നത്. ഒരു ഇവൻറ്റ് കഴിഞ്ഞിട്ടുള്ള പ്രൈസ് മൂവ് കണ്ടിട്ട് സാധാരണ ആളുകൾ വിചാരിക്കുന്നത് ആ ഇവൻറ്റ് കാരണം വന്നതാണെന്നാണ്. പലപ്പോഴും മൂവ് സംഭവിച്ചത് എക്സ്പെക്റ്റേഷൻസ് ഇവൻറ്റിന് മുന്നേ തന്നെ ഷിഫ്റ്റ് ആയതുകൊണ്ടാണ്. അതുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന് മുമ്പ് നമുക്കൊന്ന് സൂം ഔട്ട് ചെയ്ത് ബിഗർ പിക്ചർ ഒന്ന് നോക്കാം. ഇപ്പോൾ നമുക്ക് ഓപ്ഷനാലിറ്റീനെ കുറിച്ച് സംസാരിക്കാം. ഈ സ്റ്റോക്ക് ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബെറ്റാണ്. ഈ ഡെക്കേഡിലെങ്കിലും ക്വാണ്ടം എക്കണോമിക്കലി റെലവൻ്റ് ആകും എന്നുള്ള ബെറ്റ്. അതാണ് നമ്മുടെ കോർ തീസിസ്. അതുകൊണ്ട് തന്നെ പ്രൈസ് ബിഹേവിയർ സാധാരണ കമ്പനിയേക്കാളും വളരെ വ്യത്യസ്തമാണ്. പീരിയോഡിക് ഹൈപ്പ് സൈക്കിൾസ് ഉണ്ടാവും. പലപ്പോഴും ബ്രോഡർ AI സെൻറ്റിമെൻറ്റിനോട് ലിങ്ക്ഡ് ആയിരിക്കും. വാല്യുവേഷൻ ക്യാഷ് ഫ്ലോസിനോട് ആങ്കേർഡ് അല്ല, പ്രോബബിലിറ്റീസിനോട് ആങ്കേർഡ് ആണ്. പക്ഷേ പ്രോബബിലിറ്റി ഇവിടെ ഇമോഷൻ ഡ്രിവൺ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പൊസിഷനിങ് നോക്കണം. മീനിങ് റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ ഈ കമ്പനിയിലുണ്ട്. തീമാറ്റിക് എക്സ്പോഷേഴ്സ് മൂവ്സിനെ ആംപ്ലിഫൈ ചെയ്യുന്നതായിട്ടും കാണാം. ഓപ്ഷൻസ് ക്യൂ നോക്കുമ്പോൾ പലപ്പോഴും കോൾ ഹെവി ആയിട്ടാണ് കാണുന്നത്. അതൊരു സിഗ്നലാണ്. അടുത്ത പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചാൽ പൊസിഷനിങ് ഒരു ഡയറക്ഷനിലേക്ക് ലീൻ ചെയ്താൽ പ്രൈസ് നറേറ്റീവ് ഡ്രിവൺ ആകും, അതായത് വോളറ്റിലിറ്റി. ഇനി നമുക്ക് ഹൈപ്പും റിയൽ കാറ്റലിസ്റ്റിനെയും സെപ്പറേറ്റ് ചെയ്യാം. അടുത്ത 3 to 12 മാസത്തിൽ ഗവൺമെൻറ് കോൺട്രാക്ട്സിന് റിന്യൂവൽസ് ഉണ്ട്. സിസ്റ്റം പെർഫോമൻസ് ഡിസ്ക്ലോഷേഴ്സ് വരും. AQ റോഡ് മാപ്പ് അപ്ഡേറ്റ്സും വരും. ഈ കാര്യങ്ങൾ എക്സ്പെക്റ്റേഷൻസ് ചേഞ്ച് ചെയ്യും. പക്ഷേ എക്സിസ്റ്റൻഷ്യൽ ആയിട്ടുള്ള കാറ്റലിസ്റ്റ് ഉണ്ട്, അത് വേറെയാണ്. എറർ കറക്ഷനിലേക്ക് ഡെമോൺസ്ട്രേറ്റഡ് പ്രോഗ്രസ്, ലോജിക്കൽ ക്യൂപിറ്റ്സ്, ഡെപ്ത്, ഫിഡലിറ്റിയിലുള്ള സസ്റ്റെയിൻഡ് ഇംപ്രൂവ്മെൻറ്റ്സ്. ഇത് മീനിങ് മൂവ് ചെയ്താൽ മാത്രമാണ് വാല്യുവേഷൻ ഫ്രെയിംവർക്ക് മാറുള്ളൂ. ഇത് സ്റ്റോൾ ആയി കഴിഞ്ഞാൽ നാരേറ്റീവ് തന്നെ കോംപ്രസ് ആവും. ഇതൊരു നല്ലൊരു സ്റ്റോറിയാണ്. പക്ഷേ ഫ്രണ്ടിയർ ഇൻവെസ്റ്റിങ്ങിൽ നല്ല സ്റ്റോറീസ് മാത്രം പോരാ, മൈൽ സ്റ്റോൺസും പ്രോബബിലിറ്റിയും വാലിഡേറ്റ് ചെയ്യണം. അതുകൊണ്ട് തന്നെ നമുക്ക് ഫീൽഡിൽ വേറെ ആരൊക്കെ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കണം. IonQ ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിൻ്റെ ഒരു ഇൻവെസ്റ്റബിൾ മിഡിൽ ഗ്രൗണ്ടാണ്. ലീഡിംഗ് പബ്ലിക് പ്യൂർ പ്ലേ ആണിത്. ക്രെഡിബിൾ ട്രാപ്ഡ് അയോൺ ടെക്നോളജിയും ഏർലി കൊമേഴ്ഷ്യലൈസേഷൻ എഫേർട്സും ബാലൻസ് ചെയ്യുന്ന ഒരു പ്ലെയർ. ഒരു വശത്ത് ബിഗ് ടെക് റിസർച്ച് ലാബ്സ് ആണുള്ളത്, മറ്റൊരു വശത്ത് കൂടുതൽ ലോങ് ഡേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹയർ എക്സിക്യൂഷൻ റിസ്ക് ഉള്ള പ്ലെയേഴ്സാണ്. IonQ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ നിൽക്കുന്നൊരു കമ്പനിയാണ്. ഇപ്പോൾ കുറച്ചും കൂടി പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് കടക്കാം. ഇത് സീരിയസ് ബിസിനസ് അനാലിസിസിൻ്റെ ഒരു ഡിഫൈനിങ് ട്രേറ്റ് ആണ്. മിക്ക റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സും ഇത് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ പ്രൈസ് മൂവ് ചെയ്താലും ബിസിനസ് ഷിഫ്റ്റ് ആയാലും മാക്രോ കണ്ടീഷൻസ് മാറിയാലും റിയാക്ട് ചെയ്യാൻ അവർക്കറിയില്ല. ഇൻസ്റ്റിറ്റ്യൂഷൻസ് പക്ഷേ ഇതിനെ ഇങ്ങനെയല്ല കാണുന്നത്. അവർ സ്ട്രക്ചർ പഠിക്കും, പൊസിഷനിങ്, ഇൻസെൻറ്റീവ്സ് ഇതൊക്കെ പഠിക്കും. അതാണ് ഇവിടുത്തെ ഡിഫറൻസ്. ഒരു സിമ്പിൾ ഒബ്സർവേഷൻ, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനിയെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എത്ര പേർക്ക് സംസാരിക്കാൻ കഴിയും? സർഫസ് ലെവലായിട്ടുള്ള ടോക്കിംഗ് പോയിൻറ്റ്സ് അല്ല, വളരെ കുറച്ച് പേർക്ക് മാത്രമേ ഡീറ്റെയിൽ ആയിട്ടുള്ള പെർസ്പെക്റ്റീവ്സ് ഉണ്ടാവുള്ളൂ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ സെറോക്സ്, അവർ പ്രിൻറ്റേഴ്സ് വിൽക്കുന്നത് ഏകദേശം ബ്രേക്ക് ഇവനിലാണ്. റിയൽ പ്രോഫിറ്റ്സ് വരുന്നത് കാർട്രിഡ്ജ് വിൽപ്പനയിൽ നിന്നാണ്. ആമസോണിൻ്റെ കോർ പ്രോഫിറ്റ് എഞ്ചിൻ കൊമേഴ്സ് അല്ല, AWS ആണ്. മെറ്റ ഒരു സോഷ്യൽ മീഡിയ കമ്പനി മാത്രമല്ല, അഡ്വർടൈസിങ് ഇൻഫ്രാസ്ട്രക്ചറാണ്. NVIDIA GPUസിൽ മാത്രം ഒതുങ്ങുന്നതല്ല, ഇക്കോസിസ്റ്റം ഡിപ്പെൻഡൻസി ബിൽഡ് ചെയ്യാണ് ചെയ്യുന്നത്. കാർഡ്സ് ഇഷ്യൂ എന്നതിനുപരി ക്യാഷ് ഫ്ലോ എന്നുള്ള കമ്മീഷൻസാണ് വിസയുടെ മെയിൻ ലാഭം. സർഫസ് ലെവൽ നാരേറ്റീവ്സ് പലപ്പോഴും എക്കണോമിക് ട്രൂത്ത്സ് അല്ല. എക്കണോമിക് എഞ്ചിൻ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ പ്രൈസ് ആക്ഷൻ വളരെയധികം കൺഫ്യൂസിംഗ് ആയിരിക്കും. ഇവിടെ ലക്ഷ്യം ഹൈപ്പല്ല, ഡെപ്താണ്. അതുപോലുള്ള അനാലിസിസ് നിങ്ങൾക്ക് വാല്യുബിൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യണം.
ഇനിയും ഇതിനകത്ത് അൺപാക്ക് ചെയ്യാനായിട്ട് ബാക്കിയുണ്ട്. ഇപ്പോൾ റിസ്കിനെ കുറിച്ച് കുറച്ചും കൂടി നന്നായിട്ട് സംസാരിക്കാം. ഫ്രണ്ടിയർ ഇൻവെസ്റ്റിങ്ങിൽ റിസ്ക് ആണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഇവിടെ പ്രധാനപ്പെട്ട റിസ്കുകളൊക്കെ സ്ട്രെയിറ്റ് ഫോർവേഡാണ്. എറർ കറക്ഷൻ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ സമയമെടുക്കാം. ട്രാപ്പ് ഡൗൺ ആർക്കിടെക്ചർ വേറെ ആരെങ്കിലും ഓവർടേക്ക് ചെയ്യാം. ഡയല്യൂഷൻ ടെക്നിക്കൽ പ്രോഗ്രസിനേക്കാളും വേഗത്തിൽ നടക്കാം. റവന്യൂ റിസർച്ച് ഡ്രിവണും ലംബിയുമായിട്ട് തുടരാം. മീനിങ് ഫുൾ ആയിട്ടുള്ള ക്വാണ്ടം അഡ്വാൻറ്റേജ് ചിലപ്പോൾ അടുത്ത ഡെക്കേഡിലേക്ക് മാറിയേക്കാം. ഇതൊക്കെ വളരെ റിയൽ ആയിട്ടുള്ള റിസ്ക് ആണ്. ഇനി നമുക്ക് ഔട്ട്കംസ് സ്ട്രക്ചർ ചെയ്യാം. ഫസ്റ്റ് ബെയർ കേസ്, എറർ കറക്ഷനിൽ മീനിങ് ഫുൾ ആയിട്ടുള്ള പ്രോഗ്രസ് ഇല്ലായിരിക്കുക. ആൽഗോരിതമിക് ക്യൂബിറ്റ്സും പെർഫോമൻസ് മെട്രിക്സും പ്ലേറ്റോ ചെയ്യുന്നത്. ക്വാണ്ടം ടെക്നോളജി വളരെ കാലം പ്രീ കൊമേഴ്ഷ്യലായിട്ട് തുടരുന്നത്. ഇക്വിറ്റി ഡയല്യൂഷൻ കണ്ടിന്യൂവേഷൻ. കമ്പനി സർവൈവ് ചെയ്യും, പക്ഷേ ഷെയർ ഹോൾഡേഴ്സിന് ഗുണമൊന്നും ഉണ്ടാവില്ല. അതാണ് ഡൗൺ സൈഡ് സിനാരിയോ. ഇനി ബേസ് കേസ്, സ്റ്റഡി പക്ഷേ ഇൻക്രിമെൻ്റൽ ആയിട്ടുള്ള ടെക്നിക്കൽ പ്രോഗ്രസ്. ഗവൺമെൻറ് ഫണ്ടിങ് തുടരും. ലിമിറ്റഡ് ആയിട്ടുള്ള നീഷ് യൂസ് കേസസ് വളരെ സ്ലോ ആയിട്ട് എമേർജ് ആവുന്നു. വോളറ്റിലിറ്റി വളരെ ഹൈ ആയിരിക്കും. നാരേറ്റീവ് ഡ്രിവൺ ആയിട്ടുള്ള റാലീസ് വരും പോവും. ലോങ് ഡേറ്റഡ് ഓപ്ഷണാലിറ്റി ഇൻടാക്റ്റ് ആയിട്ട് തന്നെ തുടരും, ബട്ട് റിട്ടേൺസ് മോഡസ്റ്റ് ആയിരിക്കും. ഇനി ബുൾ കേസ്, ഏർലി ലോജിക്കൽ ക്യൂബിറ്റ്സ് അല്ലെങ്കിൽ എറർ കറക്ഷൻ മൈൽ സ്റ്റോൺസ് അച്ചീവ് ചെയ്യുന്നു. ട്രാപ്പ് ഡൗൺ ഫിഡലിറ്റി അഡ്വാൻറ്റേജ് ഡിസൈസീവ് ആയിട്ട് തെളിയണം. ഓപ്റ്റിമൈസേഷൻ കെമിസ്ട്രി മേഖലകളിൽ ക്വാണ്ടം റിയൽ വാല്യൂ ഡെമോൺസ്ട്രേറ്റ് ചെയ്യണം. IonQ ഡീഫോൾട്ട് ആയിട്ടുള്ള ഹൈ ക്വാളിറ്റി പ്ലാറ്റ്ഫോമായിട്ട് മാറണം. വാല്യുവേഷൻ സിഗ്നിഫിക്കൻ്റ്ലി റീറേറ്റ് ആവും. അപ്സൈഡ് അസിമെട്രിക് ആയിട്ട് മാറുകയും ചെയ്യും. ഇനി ഒരു പ്രിൻസിപ്പിൾ പറയുകയാണെങ്കിൽ റിസ്ക് അനാലിസിസ് ഫിയറിനെ കുറിച്ചല്ല, പ്രോബബിലിറ്റി മാപ്പ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. റിയൽ ക്വസ്റ്റ്യൻ ഈ കമ്പനി ഇതിലേത് പാത്തിലേക്ക് മൂവ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതെങ്ങനെ മോണിറ്റർ ചെയ്യാം? ട്രാക്ക് ചെയ്യാനായിട്ട് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ടോ? യെസ്, ഉണ്ട്. ഇനി അത് നോക്കാം. ഇതുവരെ കഥ വളരെ കൊഹിയറൻ്റ് ആണ്. ഇവിടെ പ്രധാനപ്പെട്ടത് മോണിറ്ററിംഗ് ആണ്. ആബ്സല്യൂട്ട് പ്രോഗ്രസ് മാത്രമല്ല, കോമ്പറ്റീഷനെ കമ്പയർ ചെയ്തിട്ടുള്ള പ്രോഗ്രസ് എങ്ങനെയാണെന്നുള്ളതാണ്. ഫ്രണ്ടിയർ ഇൻവെസ്റ്റിംഗ് എപ്പോഴും കമ്പാരിറ്റീവാണ്. ടെക്നോളജി ഇമ്പ്രൂവ് ചെയ്യുന്നത് മാത്രം പോരാ, ഓൾട്ടർനേറ്റീവ്സിനേക്കാളും വേഗത്തിൽ ഇമ്പ്രൂവ് ചെയ്യണം. അതാണ് റിയൽ ടെസ്റ്റ്. വലിയ ഓർഗനൈസേഷൻസ് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നത് നോക്കാം. അവർക്ക് റവന്യൂ, എക്സിക്യൂഷൻ, മൈൽ സ്റ്റോൺസ് ഇവയൊക്കെ ട്രാക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ പക്ഷേ മെട്രിക്സസ് ഇതൊന്നുമല്ല, ടെക്നിക്കലാണ്. എറർ കറക്ഷൻ പ്രോഗ്രസ്, ഫിഡലിറ്റി ഇംപ്രൂവ്മെൻറ്റ്, റോഡ് മാപ്പ് ഡെലിവറി, ഇതൊന്നും അക്കാഡമിക് ഡീറ്റെയിൽസ് അല്ല. സർവൈവബിലിറ്റി ഇതിനെ തന്നെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഒരു പടി പുറകോട്ട് പോകാം. ഇതൊരു ഫ്രണ്ടിയർ ലോസ് മേക്കിംഗ് ബിസിനസ്സാണ്. ഒപ്റ്റിമിസം മാത്രം ഒരു സ്ട്രാറ്റജി അല്ല. ക്യാപിറ്റൽ സ്ട്രക്ചർ മാറ്റർ ചെയ്യുന്നു, ക്യാഷ് റൺവേ മാറ്റർ ചെയ്യുന്നു, എക്സിക്യൂഷൻ സ്പീഡും മാറ്റർ ചെയ്യുന്നു. സോ ഫിനിഷ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് റിസ്കുകളെക്കുറിച്ച് കുറച്ചും കൂടി ബ്രോഡായിട്ട് നോക്കാം. കാരണം ഇവിടെ റിസ്ക് മാനേജ്മെൻറ്റ് ഒരു സൈഡ് ടോപ്പിക് അല്ല, അതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് തീസിസ് തന്നെ. ഇതൊരു ട്രഡീഷണൽ ആയിട്ടുള്ള പ്രോഫിറ്റ് ജനറേറ്റിംഗ് ആയിട്ടുള്ള ബിസിനസ് അല്ല. ഇത് ഫ്രണ്ടിയർ ടെക്നോളജി ഡെവലപ്മെൻറ്റിന് നമ്മൾ ക്യാപിറ്റൽ ഫണ്ട് ചെയ്യുകയാണ്. അതൊരു കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് കാറ്റഗറിയാണ്. ട്രഡീഷണൽ ബിസിനസ്സിൽ നിങ്ങൾക്ക് റവന്യൂ, മാർജിൻസ്, ക്യാഷ് ഫ്ലോ ഇതൊക്കെ അനലൈസ് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് സർവൈവബിലിറ്റി, മൈൽ സ്റ്റോൺസ്, പ്രോബബിലിറ്റി ഒക്കെയാണ് അനലൈസ് ചെയ്യേണ്ടത്. ക്യാപിറ്റൽ നഷ്ടപ്പെടാൻ വളരെയധികം സാധ്യതയുണ്ട്. ആ റിസ്ക് വളരെ റിയലാണ്. ഇനി ഒരു പ്രിൻസിപ്പിൾ നോക്കാം. എല്ലാ റിസ്ക്കും അവോയ്ഡ് ചെയ്തിട്ടുള്ള പോർട്ട്ഫോളിയോസ് ഉണ്ടാവും, പക്ഷേ അതൊക്കെ ആവറേജ് റിട്ടേൺസേ തരുള്ളൂ. ഇൻഫ്ലേഷനും ആ റിട്ടേൺസുമായിട്ട് വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. കീ ഇവിടെ ബാലൻസ് ആണ്. ഒരു ഹെൽത്തി പോർട്ട്ഫോളിയോ നോക്കിക്കഴിഞ്ഞാൽ ഹൈ അൺസർട്ടനിറ്റി ഉള്ള ഓപ്പർച്യൂണിറ്റീസിന് ഒരു കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ഒരു എക്സ്പോഷർ വേണം. റെക്ലെസ് ആയിട്ടല്ല, സ്ട്രക്ചേർഡ് ആയിട്ട് തന്നെ ഇത് ചെയ്യേണ്ടതാണ്. അടുത്ത വീഡിയോയിൽ ഇങ്ങനത്തെ റിസ്കി ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഡൗൺ സൈഡ് കൺട്രോൾ ചെയ്തുകൊണ്ട് എങ്ങനെ സ്ട്രക്ചർ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫ്രണ്ടിയർ ഇൻവെസ്റ്റിങ്ങിൽ ഇമോഷണൽ ഡിസിപ്ലിൻ വളരെയധികം ആവശ്യമുണ്ട്. ഇനി ഇതെല്ലാം ക്ലിയർ ആയിട്ടും ഈസി ആയിട്ട് ഓർത്തിരിക്കാനായിട്ട് നമുക്കിതെല്ലാം ഒന്ന് സമ്മറൈസ് ചെയ്യാം. ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് എന്നുള്ള ടെക്നോളജി ഇന്ന് യൂസബിളാണ്. ഈ കമ്പനി ഒരു പ്യുവർ പ്ലേ QC ബിസിനസ്സാണ്. ഗവൺമെൻറ്റിൻ്റെ ബാക്കിംഗ് ഉണ്ട്, ഹൈപ്പർ സ്കെയിലേഴ്സിൻ്റെ ബാക്കിംഗ് ഉണ്ട്. വളരെയധികം ഇൻവെസ്റ്റ്മെൻറ്റ്സ് R&Dയിലേക്ക് വരുന്നുണ്ട്. റവന്യൂ മെയിൻലി വരുന്നത് പൈലറ്റ്സ്, റീസേർച്ച്, ഗവൺമെൻറ് കോൺട്രാക്ട്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നാണ്. പക്ഷേ ഈ റവന്യൂ അത്ര കാര്യമാക്കേണ്ട കാര്യമില്ല. ഇത് ജസ്റ്റ് സസ്റ്റനൻസ് ആണ്, ഒരു ബിസിനസ് സ്റ്റൈൽ റവന്യൂ ഒന്നുമല്ല. ക്യാഷ് ബാലൻസസ് നോക്കിക്കഴിഞ്ഞാൽ അടുത്തൊരു 2-3 കൊല്ലത്തേക്ക് വരെയുള്ള ബേണിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ക്യാഷ് ബാലൻസ് ഉണ്ട്. ഈ കമ്പനി KPIs അച്ചീവ് ചെയ്തുകൊണ്ട് തന്നെ മറ്റുള്ള കോമ്പറ്റീറ്റേഴ്സിനേക്കാൾ മുമ്പ്
നല്ലൊരു മാർക്കറ്റ് ഫിറ്റായിട്ടുള്ള പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്ത് അതിനെ സക്സസ്ഫുൾ ആക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വലിയൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് മാറാനായിട്ടുള്ള സാധ്യതയുണ്ട്. ബട്ട് ഇതൊരു വലിയ ടാസ്ക്കാണ്, അതുകൊണ്ട് തന്നെയാണ് ഇവിടെ റിസ്ക്കും. സോ എപ്പോഴും പറയണ പോലെ ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസ് അല്ല, എഡ്യൂക്കേഷണൽ പർപ്പസസിനുള്ള ബിസിനസ് അനാലിസിസ് ആണ്. ഫ്രെയിം വർക്ക് ബിൽഡ് ചെയ്യുന്നതാണ് ഇവിടുത്തെ ഗോൾ, ഇൻസ്ട്രക്ഷൻസ് നൽകുന്നതല്ല. പൊട്ടൻഷ്യൽ മൾട്ടി ബാഗേഴ്സിനെ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം എന്നുള്ളൊരു സ്ട്രക്ചേർഡ് അപ്രോച്ചാണ് ഇവിടെ കണ്ടത്. ഇത് നിങ്ങൾക്ക് വാല്യുബിൾ ആയിട്ട് തോന്നി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഓർക്കുക, ഓരോ ബിസിനസ്സും വ്യത്യാസമാണ്. ഫ്രെയിം വർക്ക് വെറും ടൂൾസാണ്, കണ്ടെക്സ്റ്റ് അനുസരിച്ച് അതിനെ അഡ്ജസ്റ്റ് ചെയ്യണം. ഇൻഡിപെൻഡൻറ്റ് തിങ്കിങ് ആണ് ഇവിടെ മാറ്റർ ചെയ്യുന്നത്. സ്ട്രക്ചർ ഉപയോഗിക്കുക, നിങ്ങളുടെ സ്വന്തം റിസർച്ച് യൂസ് ചെയ്യുക. ഇത്തരത്തിലുള്ള അനാലിസിസ് നിങ്ങൾക്ക് വാല്യൂ നൽകുന്നുണ്ടെങ്കിൽ ചാനലിനോടൊപ്പം തുടരുക. താങ്ക് യു.